കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? ഞാൻ എന്നിട്ടൊരു പുതിയ കഥയുമായിട്ടാണ് വന്നിരിക്കുന്നത്. കഥയുടെ പേരാണ് കുഞ്ഞിനെല്ലിയുടെ പുതിയ കൂട്ടുകാർ. അപ്പം നമുക്ക് കഥ കേട്ട് നോക്കിയാലോ? മയിലാടും കുന്നിൻ്റെ താഴെയുള്ള മാളത്തിലായിരുന്നു അമ്മ എലിയും കുഞ്ഞിനെല്ലിയും താമസിച്ചിരുന്നത്. മാളത്തിന് മുമ്പിലായി ഒരു കടന്നൽ കൂടുണ്ടായിരുന്നു. കൂട്ടിലെ കടന്നലുകളും അമ്മയിലുമായി വലിയ കൂട്ടായിരുന്നു. എന്നാൽ കുഞ്ഞെലിക്ക് അവരെ ഒട്ടും ഇഷ്ടമായിരുന്നില്ല. അവൻ എപ്പോഴും പറയും, ഈ കടന്നലുകളെ ഇവിടെ നിന്ന് ഓടിച്ചു വിടണം. എന്നാൽ അമ്മ എലി പറയും, മോനെ, ഇവർ നമ്മളുടെ കൂട്ടുകാരാണ്, ഇവരെ നമ്മൾ ഉപദ്രവിക്കരുത്. ഒരു ദിവസം അമ്മ എലി ദൂരെ ഒരു സ്ഥലം വരെ പോയി. പോകും മുമ്പേ കുഞ്ഞിനോട് പറഞ്ഞു, മോനെ, അമ്മ വരുന്നത് വരെ മാളത്തിൽ നിന്ന് പുറത്തിറങ്ങരുത്. എന്നാൽ അമ്മ പോയി കുറച്ച് കഴിഞ്ഞതും കുഞ്ഞെലി എന്ത് ചെയ്തെന്നോ? മെല്ലെ മാളത്തിൽ നിന്ന് പുറത്തിറങ്ങി. എന്നിട്ട് കുറേ കല്ലുകൾ പറക്കിയെടുത്തു. ഈ കടന്നൽക്കൂട് ഇപ്പോൾ തന്നെ എറിഞ്ഞു തകർക്കണം അവൻ തീരുമാനിച്ചു. പെട്ടെന്ന് തൊട്ട് പിന്നിൽ നിന്ന് ഒരു ശബ്ദം. കുഞ്ഞിനെലി ഞെട്ടിപ്പോയി. മല്ലന്മാരയുടെ മല്ലൻ പൂച്ച അവൻ്റെ മേത്തേക്ക് ചാടി വീണു. അവൻ്റെ വാൽ പിടിച്ച് തൂക്കിയെടുത്തു. ഹാ ഹാ ഹാ, ഇന്നത്തെ കാര്യം കുശാലായി. മല്ലൻ പൊട്ടിച്ചിരിച്ചു. ഇത് കേട്ട കുഞ്ഞിനെലി ഒച്ചത്തിൽ കരയാൻ തുടങ്ങി. രക്ഷിക്കണേ, രക്ഷിക്കണേ. കുഞ്ഞിൻ്റെ കരച്ചിൽ കടന്നലുകൾ കേട്ടു. അവർ മൂളി പാഞ്ഞു പുറത്തെത്തി. എന്നിട്ട് മല്ലിൻ്റെ ചുറ്റും കറങ്ങിക്കൊണ്ട് പറഞ്ഞു, നീ അവനെ വിട്ടോ, അല്ലെങ്കിൽ ഞങ്ങൾ നിന്നെ കുത്തി ശരിപ്പെടുത്തും. പേടിച്ചു പോയ മല്ലൻ പൂച്ച അവനെ അവിടെ വിട്ടു ഒറ്റയോട്ടം. കുഞ്ഞെലിക്ക് സമാധാനമായി. അവൻ വേഗം തന്നെ മാളത്തിലേക്ക് കയറി. കുറച്ചു കഴിഞ്ഞതും അമ്മ എലി പലഹാരങ്ങളുമായി വന്നു. ഇത് കണ്ട കുഞ്ഞിനെലി പറഞ്ഞു, അമ്മ, കുറച്ച് പലഹാരങ്ങൾ നമുക്ക് കടന്നലുകൾക്കും കൊടുത്താലോ? അവർ നമ്മളുടെ നല്ല കൂട്ടുകാരല്ലേ. കടന്നലുകളോടുള്ള വഴക്കെല്ലാം മാറിയോ? അമ്മ എലിക്ക് സന്തോഷമായി. നടന്ന സംഭവങ്ങളെല്ലാം കുഞ്ഞിനെലി അമ്മയോട് പറഞ്ഞു. അമ്മ എലി വേഗം തന്നെ കടന്നലുകളെ മാളത്തിലേക്ക് വിളിച്ചു. അവരെല്ലാവരും പലഹാരങ്ങൾ പങ്കിട്ട് കഴിച്ചു. അപ്പോൾ കൂട്ടുകാരെ, എങ്ങനെയുണ്ടായിരുന്നു ഈ കഥ? ഇഷ്ടമായോ? ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യണേ. ഇതിലത്തെ ഗുണപാഠം എന്താണെന്ന് മനസ്സിലായോ? ആപത്ത് സഹായിക്കുന്നവരായിരിക്കും നമ്മുടെ യഥാർത്ഥ സുഹൃത്തുക്കൾ. നന്ദി.